ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് യമഹയുടെ ഏറ്റവും പുതിയ 2025 മോഡലുള്ള റേസ് ZR ആണ്. അപ്പോൾ ഇതിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ച് ഡിസി വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വണ്ടിയാണിത്. പിന്നെ ഇതിൽ തന്നെ DRലും കാണാൻ പറ്റും. ഹൈബ്രിഡ് എഞ്ചിനുള്ള ഒരു ഹൈബ്രിഡ് ആണ് ഇതിന്റെ ഒരു ടെക്നോളജി വരുന്നത്. 71 കിലോമീറ്ററോളം മൈലേജ് അവകാശപ്പെടുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു വൈസർ കാണാൻ പറ്റും. ഇവിടെ ഒരു പാറ്റേണും അതിന്റെ യമഹേന്റെ ഒരു ബാഡ്ജിങ് ഒക്കെ പ്ലേസ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഇത് ബ്ലൂ കോർ ഹൈബ്രിഡിന്റെ ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാറിന് നല്ലൊരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. വണ്ടിക്ക് ചേരുന്ന വിധത്തിലാണ് ആ ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ഹാലജൻ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു DRL കൊടുത്തിട്ടുണ്ട്. LED ടൈപ്പാണ് DRL. ഞാൻ ഓണായി കാണിച്ചു തരാം. അത് നമ്മുടെ കീ ഓൺ ചെയ്യുമ്പോൾ ഓണായി വരുന്ന ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുൻഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറാണിത്. പിന്നെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തത് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിവിടെ റേസ് ZRന്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല ബൾക്കായിട്ട് ഫീൽ ചെയ്യുന്നൊരു വണ്ടിയാണ്. പിന്നെ താഴേക്ക് പോകുവാണെങ്കിൽ ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്ക് 130 mm ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ അലോയ് വീലും കാണാൻ പറ്റും. ഗോൾഡൻ കളറിലാണ് അലോയ് വീൽ വന്നിട്ടുള്ളത്. 90-12 ഇതിന്റെ അലോയിന്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. നേരെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ യമഹയുടെ ബാഡ്ജിങ്ങും ഒരു ഗ്രാഫിക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡ് വ്യൂ നോക്കുവാണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു സിൽവറിന്റെ ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ 145 mm ആണ് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, അതിൽ വീൽ ബേസ് കുറവായതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലുള്ള പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാഫിക്സ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. 125 cc ആണ് ഈ ഒരു വണ്ടി വരുന്നത്. റേസറിന്റെ ഒക്കെ ബാഡ്ജിങ്ങിൽ നല്ല ഗ്രാഫിക്സിലാണ് കൊടുക്കുന്നത്. സാധാരണ ബ്ലാക്കിൽ റെഡ് ആണ് ഫിക്സ് ചെയ്യാറ്, പക്ഷേ ഇതിലൊക്കെ സിൽവർ അല്ല, ഗോൾഡ് കളറിന്റെ ഒരു ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ 125ന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തെ ടയർ നോക്കുവാണെങ്കിൽ 110-10 ഇഞ്ചാണ് ഇതിന്റെ പിൻഭാഗത്തെ ടയർ വരുന്നത്. ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങൾ. സൈലൻസിന്റെ അടിപൊളിയായിട്ടൊരു ഡിസൈൻ സൈലൻസ് കൊടുക്കുന്നത് നല്ല പെർഫെക്ഷൻ ഉണ്ട് കാണാൻ. ഇവിടെയും ഒരു സിൽവറിന്റെ ഫിനിഷിംഗ് നമുക്ക് കാണാൻ പറ്റും. നേരെ പിൻഭാഗത്തേക്ക് പോകുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ടെയിൽ ലാമ്പ് കാണാൻ പറ്റും. നല്ല അടിപൊളി ഡിസൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. പുതുതായിട്ടുള്ള ഡിസൈനിങ് ആണ്. പിന്നെ ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു മഡ് ഗാർഡും നമ്പർ പ്ലേറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. റിഫ്ലക്ടർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും റിഫ്ലക്ടർ വന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വശത്തേക്ക് പോകുവാണെങ്കിൽ ലേഡീസ് ഫുഡ് ഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഓവറോൾ കാര്യങ്ങളുള്ളത്. പിന്നെ സീറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സീറ്റാണ്. ഇതിൽ നമുക്ക് യമഹേന്റെ ബാഡ്ജിങ് കൊടുത്ത് കാണാൻ പറ്റും. പിൻഭാഗത്തെ സീറ്റും അത്യാവശ്യം നല്ല വലിപ്പമാണ്. വില്യണിന് കൂടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഇത് ഗ്രാബ് റെയിലും ഫംഗ്ഷനിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ ഇതിന്റെ ഡിസൈനിങ്ങിന്റെ കാര്യങ്ങളുള്ളത്. ഇനി നേരെ ഹാൻഡിൽ ബാറിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങിലുള്ള ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്ലിയർ ലെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ കാണുന്ന രീതിയിലുള്ള എഴുത്തും കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. നോർമലായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ഹാൻഡിൽ ബാർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ, പേരിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. വലിയൊരു സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ അത് ലുക്കിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കവർ നമ്മളിട്ടതാണ്, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഐഡിയ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഓൺ ഓഫ് ബട്ടൺ കാണാൻ പറ്റും. ഹെഡ്ലൈറ്റ് പാർക്കിംഗ് ഓൾറെഡി DRL ഞാൻ നേരത്തെ കാണിച്ചത് ഓൾവേസ് ഓൺ ആണ്. അതിൻ്റെ ഒരു ബട്ടൺ ഇതിൽ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. ആ DRL നമുക്ക് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. താഴേക്ക് പോകുകയാണെങ്കിൽ ഇതിന്റെ സെൽഫ് സ്റ്റാർട്ടിന്റെ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ മീറ്റർ ക്ലസ്റ്ററിനെ പറ്റി പറയുന്ന പോലെ ഈ ഒരു വശം കൂടി കണ്ടിട്ട് നമുക്ക് മീറ്റർ ക്ലസ്റ്റർ പറയാം. ഇവിടെ ഡിമ്മ്, ബ്രൈറ്റ്, അതുപോലെ തന്നെ പാസും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോണിന്റെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് മീറ്ററിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ മീറ്റർ നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് മീറ്റർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യമഹേന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു ഡിസൈനിങ് പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ വശത്ത് നോക്കുവാണെങ്കിൽ ഇതിലിപ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട്. RPM, അതുപോലെ തന്നെ സ്പീഡ്, ഓഡോമീറ്റർ, ഫ്യൂവലിന്റെ ഗേജ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഞെക്കുമ്പോൾ ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫ്യൂവൽ എക്കണോമി കാണിക്കുന്നുണ്ട്. ഫ്യൂവൽ എക്കണോമി 51.2 കിലോമീറ്റർ ഇപ്പം തന്നെ കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് കിലോമീറ്റർ 1000 താഴെ ഓടിയിട്ടുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് 51 മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ട്രിപ്പ് അതുപോലെ തന്നെ ഇതിന്റെ വി ബെൽറ്റിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഇതാണ് ട്രാൻസ്മിഷന്റെ കാര്യമാണ്. അതിവിടെ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ടും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മീറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേണിലൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനിങ് ചെയ്തത് അടിപൊളിയാണ്. കാരണം കാണുമ്പോൾ തന്നെ ഒരു ടെർമിനേറ്ററിലുള്ള ഫീൽ കിട്ടുന്ന രീതിയിലൊരു ഡിസൈനാണ്. ഇവിടെയാണ് ഇതിൻ്റെ കീൻ്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഓഫ്, സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വയ്ക്കണം. ഇത് സീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ് ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. സ്പേസ് എത്രയുണ്ടെന്നുള്ളതും കാണിച്ചു തരാം. ഈ രീതിയിലാണ് ഇതിൻ്റെ ഓവറോൾ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹുക്കും വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ പാറ്റേണൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഡിസൈൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തത്. സാധാരണ പ്ലെയിൻ ആയിട്ടാണ് വരാറ്. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ഒരു അടിപൊളിയായിട്ടൊരു ക്രിയേറ്റിവിറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ രീതിയിലാണ് ഇതിൻ്റെ ഓവറോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ സീറ്റിൻ്റെ ഉള്ളിലത്തെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൺ ചെയ്യാം. സീറ്റ് തുറന്നിട്ടുണ്ട്. 21 ലിറ്ററാണ് ഇതിൻ്റെ ഒരു സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൽ ടാങ്ക് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഇത് എല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് ഉള്ളിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റോറേജ് ആണ് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ കോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടിയിൽ ബുക്കും പേപ്പറൊക്കെയാണ് അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീറ്റിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ടൂൾസൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഒരു സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് സീറ്റിൻ്റെ ഉള്ള സ്റ്റോറേജ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെയൊക്കെ ഡിസൈനിങ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഓവറോൾ സീറ്റിൻ്റെ സ്റ്റോറേജിൻ്റെ കാര്യങ്ങളുള്ളത്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ സൈഡ് സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുള്ളൂ. സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിന് പറയുകയാണെങ്കിൽ 125 cc ആണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത്. 4 സ്ട്രോക്ക് 2 വാൾവ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ വരുവാണെങ്കിൽ 8.2 bhp അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 10.3 ന്യൂട്ടൺ ടോർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സ്മാർട്ട് മോട്ടോർ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൾട്ടർനേറ്ററും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് മോട്ടറും ഒറ്റ സിംഗിൾ യൂണിറ്റിലാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ എഞ്ചിൻ്റെ കാര്യങ്ങളിൽ. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 5.2 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസർവിൻ്റെ കപ്പാസിറ്റി വരുന്നത് 1.3 ലിറ്ററാണ് ഇതിൻ്റെ റിസർവ് വരുന്നത്. പിന്നെ സാഡിൽ ഹൈറ്റ് വരുവാണെങ്കിൽ 785 സാഡിൽ ഹൈറ്റ് വരുന്നത്. ഞാൻ ഇരിക്കുമ്പോൾ ഏകദേശം ഈ രീതിയിലാണ് എനിക്ക് ഫൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓവറോൾ ഡയമെൻഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരുത്തം ഉണ്ട്. നല്ലൊരു ഒരു പവർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇരുത്തം കിട്ടുന്നുണ്ട്. പിന്നെ കാല് വെക്കാനൊക്കെ കംഫർട്ടബിൾ ആണ്. നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓവറോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റേസ് ZR-ന്റെ വിശേഷങ്ങളുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.